നമസ്കാരം. ലോക്ക്ഡൗൺ കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എപ്പോഴും ഇപ്പോൾ സമയത്ത് കിട്ടണമെന്നില്ല. പക്ഷേ അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാതെ നോക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട്. സ്വാദിഷ്ടമായ ഒരു വിഭവം നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. അതിനായി അയൺ ഫോർട്ടിഫൈഡ് ആട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചപ്പാത്തിയുടെ പരുവത്തിൽ മയത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവാള, 1 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ പെരിഞ്ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാം. നല്ലവണ്ണം ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് ആറാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് നല്ലവണ്ണം മാഷ് ചെയ്തെടുക്കണം. നല്ലവണ്ണം തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങ് ഉടച്ച് വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മസാല ചതച്ചതുണ്ട്, തക്കാളി ചതച്ചതുണ്ട്, ഇനി ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതുമുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ല തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റിൽ ഈ മസാല വഴന്ന് വരികയുള്ളൂ. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി പതുക്കെ ഇളക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ തീയിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ട് ഈ തക്കാളിയുടെ വെള്ളമെല്ലാം പറ്റിച്ച് നല്ല മസാലക്കൂട്ടാക്കി മാറ്റേണ്ടതുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ എടുത്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഏതുമാവാം. ഞാനിവിടെ ചന മസാലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തക്കാളിയും മസാലയും നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിരിക്കുന്നു. ഇത് കൂടുതൽ നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരാനായിട്ട് ഞാനിവിടെ ചട്ടിയുടെ വശങ്ങളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. തീ കുറഞ്ഞിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് അത് നല്ല പരുവത്തിന് ആയിട്ട് വരും. ഈ സമയത്ത് നമുക്ക് നല്ല സ്മെൽ വേരിയേഷൻ ശരിക്കും അനുഭവിക്കാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലക്കൂട്ടും കറി പൗഡറുകളും എല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം ഇളക്കി ചേർക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരല്പം കൂടെ മുരിഞ്ഞ് കിട്ടും. ഇതിനകത്തേക്ക് നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി ഒരുമിച്ച് ചേർക്കാം. രുചികരമായ മസാലപ്പൊടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കനത്തിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അല്പം കനത്തിലാണ് പരത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ ചുറ്റിൽ നിന്ന് നമുക്ക് ഞൊറിഞ്ഞ് എടുക്കാം. ഞാനിവിടെ ഒരു കൈ കൊണ്ടാണ്, ഒരു കൈയിൽ മൊബൈലും പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മയുണ്ട്. നിങ്ങൾക്ക് വളരെ മനോഹരമായി തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചുറ്റിലിൽ നിന്ന് ഞൊറിഞ്ഞെടുത്തിട്ട് അത് സെൻറ്ററിലേക്ക് വെച്ച് ഒന്ന് കൈകൊണ്ട് അമർത്തി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. 2 വശവും നമുക്കൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പരത്തണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പരത്തുക. ചപ്പാത്തിയുടെ റോൾ ഉപയോഗിച്ച് നമുക്ക് ഒരല്പം കൂടെ പരത്തണമെങ്കിൽ പരത്താം. അതല്ലെങ്കിൽ മസാല ബൺ പോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി വളരെ നൈസായിട്ട് പരത്തിയിരിക്കുകയാണ് അടുത്ത രീതി. അതിൻ്റെ ഒരു വശത്തേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നു. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു വശത്ത് മസാല ഇങ്ങനെ നമ്മളൊന്ന് പരത്തി കൊടുത്തിട്ട് മറ്റേ വശം കൊണ്ട് കവർ ചെയ്തെടുക്കുന്നതാണ് രണ്ടാമത്തെ രീതി. ഇപ്പോൾ ചപ്പാത്തി പരത്തുന്ന പോലെ കനം കുറച്ചാണ് പരത്തിയിരിക്കുന്നത്. ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നൈസായിട്ട് പരത്തി ചപ്പാത്തിയുടെ ഒരു വശത്ത് മസാല വെച്ച് മറ്റേ വശം കൊണ്ട് മൂടി കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടും. നമുക്ക് മസാല ബൺ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇനി മസാലയും ഗോതമ്പ് മാവും ഒരുമിച്ച് കുഴച്ച് ഉരുളയാക്കി ചപ്പാത്തി പോലെ പരത്തിയെടുത്താലും വളരെ മനോഹരമായൊരു മസാല ചപ്പാത്തി നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം ഉരുളക്കിഴങ്ങ് ചേർന്ന വിലക്കുറവാണ് ഉരുളക്കിഴങ്ങിന്. അപ്പോൾ നല്ല അയൺ കണ്ടൻറ്റും ഉണ്ട്. വളരെ മനോഹരമായ പലഹാരം.